അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന വളരെ വിശാലമായ വിഷയത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് 13ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് അൽ വക്കീൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഏറെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട നാമമാണ് അള്ളാഹു വക്കീലാണ്. വക്കീൽ, അതേപോലെ തന്നെ അൽ കാഫി എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമാണ്. ഈ നാമങ്ങളൊക്കെ ഏകദേശം ഒരേ ആശയങ്ങൾ നൽകുന്ന നാമങ്ങളാണ്. അൽ വക്കീൽ, അൽ കാഫി എന്നുള്ള നാമങ്ങൾ. അതുപോലെ തന്നെ സമാനമായ ആശയങ്ങൾ നൽകുന്ന മറ്റു നാമങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു ചില സന്ദർഭങ്ങളിൽ നമുക്കത് വിശദീകരിക്കാം. ഇന്ന് അൽ വക്കീൽ, അൽ കാഫി എന്ന് പറയുന്ന നാമം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അൽ വക്കീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വക്കീലാണ് അല്ലെങ്കിൽ അവൻ കാഫിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു അടിമക്ക് എല്ലാ കാര്യത്തിനും അല്ലാഹു മതിയായവനാണ്. ഒരു അടിമക്ക് എല്ലാ കാര്യത്തിനും അല്ലാഹു മതിയായവനാണ്. അവനെ സംരക്ഷിക്കാൻ, അവന് റിസ്ഖ് നൽകാൻ, അവൻ്റെ രോഗം ശിഫയാക്കാൻ, അങ്ങനെ എന്ത് വിഷയമുണ്ടോ, എന്ത് കാര്യമുണ്ടോ, എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു വക്കീലാണ് അല്ലെങ്കിൽ അല്ലാഹു കാഫിയാണ്. അല്ലാഹു മതിയായവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാനായ ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലതാര അല്ലാഹുവാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കഫാനല്ലാഹ്, അല്ലാഹു മതിയായവനാണ്. യഅനി യക്ഫീനല്ലാഹ്, അഥവാ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹു ഉണ്ട്, അല്ലാഹു മതിയായവനാണ്, എല്ലാ കാര്യത്തിനും അല്ലാഹു മതിയായവനാണ് എന്നാണ്. അല്ലാഹു വക്കീലാണ് അല്ലെങ്കിൽ അല്ലാഹു കാഫിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന ഇപ്രകാരമാണ്. അതേപോലെ തന്നെ കെർബുണ്ടാകുന്ന സമയത്ത്, പ്രയാസമുണ്ടാകുന്ന സമയത്ത് നബി ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി. പടച്ചോനെ, എൻ്റെ കണ്ണ് ഇമവെട്ടി തുറക്കുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ എന്നെ നീ ഏൽപ്പിക്കരുത് എന്നാണ് നബിയുടെ ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും നമ്മുടെ കാര്യങ്ങൾ സ്വന്തം നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല, നമുക്ക് കഴിയില്ല, നമ്മൾ അശക്തരാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവില്ലാതെ, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ
അള്ളാഹുവിൻ്റെ ഖുദ്റത്തില്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദൂഹു വകീല. അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. സൂറത്ത് മുസ്സമ്മിലിലെ 9-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും രക്ഷിതാവാകുന്നു അവൻ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബാണ്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായ അല്ലാഹുവാണ്. എന്നിട്ട് പറഞ്ഞു ഫത്തഖിദൂഹു വകീല, അതിനാൽ ഭരമേൽപ്പിക്കപ്പെടേണ്ടവനായി അവനെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ വക്കീലായി സ്വീകരിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കപ്പെടേണ്ടവനായി സ്വീകരിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുണ്ടോ ശരി, ആരെയാണ് ഭരമേൽപ്പിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾ മതിയായവനായി സ്വീകരിക്കേണ്ടത്? അള്ളാഹുവാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീല അല്ലാ തത്തഖിദൂ മിൻ ദൂനി വകീല. അല്ലാഹുവിന് പുറമെ അഥവാ എനിക്ക് പുറമെ കൈകാര്യകർത്താവിനെയും യാതൊരു കൈകാര്യകർത്താവിനെയും അഥവാ ഒരു വക്കീലിനെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്വീകരിക്കാൻ പാടില്ല എന്നാ. അല്ലാ തത്തഖിദൂ മിൻ ദൂനി വകീല, അള്ളാഹുവിന് പുറമെ ഒരാളെയും വക്കീലായി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹുവിന് പുറമെ ആർക്കും ആ സ്ഥാനം അലങ്കരിക്കാനും സാധ്യമല്ല. എല്ലാ കാര്യത്തിനും മതിയായവനാര്? അള്ളാഹുവാണ്. മനസ്സിലായില്ലേ? നമ്മൾ ആരെയെങ്കിലും ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ ന്യൂനതകളുണ്ട്, അവർക്കൊക്കെ കുറവുകളുണ്ട്, അവർക്കെല്ലാം പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ എല്ലാ നിലക്കും പരിപൂർണനായ വക്കീലാര? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വകഫാ ബില്ലാഹി വകീല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാകുന്നു, കൈകാര്യകർത്താവായി അല്ലാഹു മതി, വക്കീലായി ആര് മതി? അല്ലാഹു മതി. ബാക്കി എല്ലാവർക്കും ന്യൂനതകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ പ്രവാചക തിരുമേനിയുടെ മുഖം ചുവന്നു. പ്രവാചകന് വല്ലാത്തൊരു വെപ്രാളം, ഒരു ആവലാതിയൊക്കെ കണ്ടു. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് എന്താണ് നബിയെ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ കാഹളത്തിൽ ഊതുന്ന മലക്കുണ്ടല്ലോ, ലോകം അവസാനിക്കുന്ന സമയത്ത് കാഹളത്തിൽ ഊതുന്ന മലക്ക് അതിങ്ങനെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ചുണ്ടിൻ്റെ സമീപത്ത് ഊതുവാനുള്ള കാഹളമുണ്ട്. അങ്ങനെ ശ്രദ്ധയോടുകൂടെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ് ആ മലക്ക്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുന്നത്. റബ്ബിൻ്റെ ഇതിന് വന്നാൽ, അനുമതി കിട്ടിയാൽ അപ്പ കാഹളത്തിൽ ഊതും. അപ്പം എന്താ സംഭവിക്കുക? ലോകം തകരും, ലോകാവസാനം സംഭവിക്കും. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കണം മലക്ക്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, ഖാലൽ മുസ്ലിമൂൻ യാ റസൂലല്ലാഹ് ഫമാ നഖൂൽ, ഞങ്ങൾ എന്താ നബിയെ പറയേണ്ടത്? ഇത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് പറയണം? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവനാര? അല്ലാഹുവാണ്. അതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അള്ളാഹു വക്കീലാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം? എല്ലാത്തിനും മതിയായവൻ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? അള്ളാഹു വക്കീലാണ് നമുക്ക് ബോധ്യമാകുക. അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. എല്ലാത്തിനും മതിയായവനാണ് എൻ്റെ റബ്ബ് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ നാമം കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം അള്ളാഹു വക്കീലാണ്, അള്ളാഹു എല്ലാത്തിനും മതിയായവനാണ്, ഈ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. നമ്മൾ ചില ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മുൻഗാമികളായ ആളുകൾക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം ഇബ്രാഹിം നബിൻ്റെ ചരിത്രം അല്ലെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്താണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് അദ്ദേഹം പറയുന്നത്. തീയിലേക്കാണ് വലിച്ചെറിയുന്നത്. തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ സാധാരണ തീയിൻ്റെ സ്വഭാവം എന്താ? കരിച്ചു കളയുക എന്നുള്ളതാണ് അല്ലെ? കരിച്ചു കളയും.
അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകം ഹസ്ബുനല്ല, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹു മതി. നോക്കൂ നിങ്ങൾ, ആ പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും പ്രയാസത്തിന്റെ സന്ദർഭത്തിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവനാണ്, എനിക്ക് മതിയായവനാണ് അല്ലാഹു എന്ന വിശ്വാസമാണ് ആർക്കുണ്ടായത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഉണ്ടായത്. ഇബ്രാഹിം നബിക്ക് ഉണ്ടായത് ആ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. പ്രകൃതിയുടെ നിയമം, ഒരു തീയിന്റെ സ്വഭാവം എന്താ? കരിക്കുക എന്നുള്ളതാണ്. നക്കി തുടക്കും, അത് കരിച്ചു കളയും. എന്നെന്താ സംഭവിച്ചത്? അല്ലാഹ് പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമ. തീയിന്റെ നേരെ വിപരീത സ്വഭാവത്തിലേക്ക് തീ മാറിന. അതാണ് ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, അല്ലാഹ് മതി എന്ന് പറഞ്ഞ. മനസ്സിലായി? അപ്പൊ ഇബ്രാഹിം നബിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസം എന്താ? അല്ലാഹു മതിയായവനാണ്, അല്ലാഹു മതിയായവനാണ്. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, തവക്കുൽ ഗുണം ചെയ്യണമെങ്കിൽ ഈ വിശ്വാസം നമുക്കുണ്ടാകണം. ആരാണ് മുഅ്മിനുകളായ ആളുകളാരാ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു പറഞ്ഞു, മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഈമാന് വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിൽ ബലമേൽപ്പിക്കുന്നവരാണ്, അവർ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളാണ്. അതാണ് ഈമാനുള്ള ആളുകളുടെ അടയാളം. അവർക്ക് വക്കീലാരാണ്? അള്ളാഹുവാണ്. അവർക്ക് കാഫിയാരാണ്? അള്ളാഹുവാണ്. അവർക്ക് എല്ലാത്തിനും അള്ളാഹു മതി. മൂസാ നബിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാം, അദ്ദേഹം ഫിറഔനിൽ നിന്നും കൂട്ടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അദ്ദേഹം വിശ്വസിച്ച ആൾക്കാരും. അദ്ദേഹം ഓടി കടലിന്റെ മുന്നിലെത്തി. പിന്നിലാരാ? ഫിറഔനും കൂട്ടലുണ്ട്. എന്തിനാ വരുന്നത്? കൊല്ലാൻ വരികയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, സാധാരണ രീതിയിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോഴാണ് ഫിറഔൻ മൂസാ നബിയുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഇന്നാല മുദറക്കുൻ, നമ്മൾ പിടിക്കപ്പെട്ട തന്നെ, നമ്മുടെ കഥ കഴിഞ്ഞു, നമ്മുടെ കാലം കഴിഞ്ഞു, നമ്മൾ അവസാനിക്കാൻ, നമ്മൾ മരിക്കാൻ പോകാണ്, നമ്മൾ കൊല്ലപ്പെടാൻ പോകാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാം ആ സമയത്ത് പറഞ്ഞ വാചകം എന്താ? ഇന്ന റബ്ബി സയഹ്ദീൻ. എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുന്നതാണ്. ഈ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഈ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വക്കീൽ എന്ന് പറയുന്ന നാമത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹം 950 വർഷക്കാലം ദഅവത്ത് നടത്തി. അദ്ദേഹം ഒരുപാട് ആളുകളെ ക്ഷണിച്ചു, പക്ഷെ അവർ സ്വീകരിച്ചില്ല. പ്രളയം ഉണ്ടായി, ആ സമൂഹം നശിച്ചു. ഇതൊക്കെ നമുക്കറിയാം. നൂഹ് നബി അലൈഹി സ്വലാം എവിടുന്നാ കപ്പലുണ്ടാക്കിയത്? നൂഹ് നബി അലൈഹി സ്വലാം ഒരു കുന്നിന്റെ മുകളിലാണ് കപ്പലുണ്ടാക്കിയത്. ഒരു മലന്റെ മുകളിൽ നിന്നാണ് കപ്പലുണ്ടാക്കുന്നത്. മനസ്സിലായി? മരുഭൂമിയിൽ ഒരു മണൽക്കൂനയുടെ അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? കപ്പലുണ്ടാകുന്നത്. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നൂഹ എന്തിനാ ഇവിടെ കപ്പൽ? നൂഹ് നബിയെ കുറിച്ച് അവർ പറഞ്ഞ വാചകം എന്താ? ജിന്നത്താണ്, ഭ്രാന്തനാണ്. ആ ഭ്രാന്ത് അദ്ദേഹത്തിനുണ്ട് എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് എന്ത്? അദ്ദേഹത്തിന് ഭ്രാന്തൊന്നുമില്ല, പക്ഷേ അവരുടെ വാദം ഉണ്ടല്ലോ അദ്ദേഹം ഭ്രാന്തനാണെന്നുള്ളത്. കാരണം എന്താ? മഴയില്ലാത്ത, ശക്തമായ വെയിലുള്ള, കടലില്ലാത്ത അങ്ങനത്തെ ഒരു പ്രദേശത്ത് ഒരാൾ കപ്പലുണ്ടാക്കുകയാണ്. ഇനി ഈ കപ്പൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ കപ്പലിനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന അതിൻ്റെ സമീപ പ്രദേശങ്ങൾ, കടലിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കപ്പലിനെ ഓടിക്കാൻ പറ്റുന്ന അതിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ് അതിൻ്റെ നിർമ്മാണം നടക്കുക. ഇപ്പം ബേപ്പൂരിലാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കപ്പലൊക്കെ ഉണ്ടാക്കാറുള്ളത് അല്ലേ? കോഴിക്കോട് ബേപ്പൂർ ഭാഗത്താണ്. കാരണം എന്താ? അവിടെ കടലിലേക്ക് ഇറക്കാൻ സുഖമാണ്. അവിടെ നിന്നാണ് ഖത്തറിലേക്കും അതേപോലെ തന്നെ ദുബായിലേക്കും ഒക്കെ പലപ്പോഴും പല ഉരുക്കളും കപ്പൽ ചെറിയ ഉരുക്കളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുള്ളത്. വലിയ വലിയ കപ്പൽ ഫാക്ടറികളുണ്ട്, കപ്പൽ നിർമ്മാണശാലകളുണ്ട്. അതിനാദ്യമായി കപ്പലുകളെ കടലിലേക്ക് ഇറക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാം ഒരു കുന്നിൻ്റെ മുകളിൽ കപ്പലുണ്ടാക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തിനാ നൂഹ്? നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ വിശ്വാസമാണ്. അല്ലാഹ് പറഞ്ഞതാണ് കപ്പലുണ്ടാക്കാൻ. നാം അദ്ദേഹത്തിന് വഹീ നൽകിയ അനിസ്നാഇൽ ഫുൽഖ, കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി നാം അദ്ദേഹത്തിന് വഹീ നൽകിയതാണ്. ഫഔഹൈന, നാം അദ്ദേഹത്തിന് വഹീ അനിസ്നാഇൽ ഫുൽഖ, കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ.
അതാണ് അള്ളാഹു മതിയായവൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹ്ക്ക് പറ്റും. അള്ളാഹിനോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അള്ളാഹ്ക്ക് ഒരു യുക്തിയുണ്ട്. അത് അള്ളാഹു നടപ്പിലാക്കും. എന്തേ സംഭവിച്ചത്? വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് വരെ എന്ത് വന്നു? ഉറവ് ജലം വന്നു. സാധാരണ അടുപ്പിൽ തീയും വെണ്ണൂറും ഒക്കെ ഉണ്ടാവുക. ഇത് അടുപ്പിൽ നിന്ന് വരെ എന്ത് വന്നു? പിന്നെ ഉറവജലം പുറത്തേക്ക് വന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് എന്താ അറിയോ? അള്ളാഹു വക്കീലാണ്, അള്ളാഹു കാഫിയാണ് എന്ന വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചരിത്രം കൂടി പറയാം. മഹദിയായ ഹാജറ ബീവിയെ പിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കി ഇബ്രാഹിം നബി തിരിച്ചു പോരാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ ഹാജറ ബീബി പിറകിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ മരുഭൂമിയിൽ ആരുമില്ലാത്ത ഈ സ്ഥലത്ത്, മരങ്ങളില്ലാത്ത, വീടില്ലാത്ത, ജനങ്ങളില്ലാത്ത, ജീവിക്കാൻ വാസയോഗ്യമല്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നാക്കി നിങ്ങൾ തിരിച്ചു പോകാണോ? അദ്ദേഹം ഒന്നും മിണ്ടാതെ നടക്കാണ്. അപ്പൊ അവരുടെ ചോദ്യമുണ്ട്, ഫഖാലത് ലഹു അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഞങ്ങളെ ഇവിടെ ആക്കി പോകാൻ അല്ലാഹുവാണ് പറഞ്ഞത്? അപ്പൊ മഹാനായ ഇബ്രാഹിം നബി നഅം, അതേ, അള്ളാന്റെ കൽപ്പനയാണ്. എന്താ ഹാജറ ബീബിന്റെ മറുപടി? ഖാലത്ത്, അവര് പറഞ്ഞു, ഇദൻ ലാ യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, അള്ളാഹു കൈവിടിയില്ല എന്നാ. അള്ളാഹു ഞങ്ങളെ കൈവിടിയുകയില്ല. നോക്കൂ, അതാണ് വിശ്വാസം. അള്ളാഹു മതിയായി. അപ്പോ അള്ളാഹു മതിയായവനായി മാറുകയാണ്. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മതിയായവനാകണം. അതിൻ്റെ അപ്പുറം ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരാണോ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതിയായവനാണ്. അവന് അള്ളാഹു എന്ത് ചെയ്യും? എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും അവൻ അള്ളാഹു നൽകും. അല്ലേ? നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ തൊട്ടിലിൽ സംസാരിച്ച കുട്ടികളെ കുറിച്ച് വായിക്കും. തൊട്ടിലിൽ സംസാരിച്ച കുട്ടികൾ, മഹാനായ ഈസാ നബി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടിയാണ് ഈസാ നബി അലൈഹി സ്വലാം. അതേപോലെ തന്നെ ജുറൈജിന്റെ ചരിത്രം, ബനു ഇസ്രായേൽപ്പെട്ട ജുറൈജിന്റെ ചരിത്രം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുറൈജ് എന്ന് പറയുന്ന ആബിദായ മനുഷ്യന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ തൊട്ടിലിൽ സംസാരിച്ച ഒരു കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീ ബനു ഇസ്രായേൽ, വകാനത്ത് ഇംറഅത്തുൻ തുർദിഉ ബിനൻ ലഹാ മിൻ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽപ്പെട്ട ഒരു സ്ത്രീ അവരുടെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? മുലയൂട്ടുകയായിരുന്നു. അപ്പൊ ആ മുലയൂട്ടുന്ന സ്ത്രീയുടെ സമീപത്തുകൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി എന്നാണ്. നല്ല വഖാറത്തുള്ള, ചില പ്രത്യേകതകളൊക്കെ ഉള്ള, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന, എല്ലാ നിലക്കും ഉഷാറായ ഒരാൾ അതിൽ നടന്നുപോയി. അപ്പൊ ആ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിത്ലഹു, പടച്ചോനെ ഈ മനുഷ്യനെ പോലെ എൻ്റെ മുമ്പിലൂടെ നടന്നുപോയ ആ വഖാറത്തും അതേപോലെ തന്നെ ആ പ്രൗഢിയൊക്കെ ഉള്ള മനുഷ്യനുണ്ടല്ലോ, അയാളെപ്പോലെ എൻ്റെ കുട്ടീനെ നീ ആക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ആ കുട്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽനി മിത്ലഹു, അല്ലാഹുവേ അയാളെപ്പോലെ എന്നെ നീ ആക്കരുത് എന്ന് ആ കുട്ടി ദുആ ചെയ്തു. ചെറിയ കുട്ടിയാണ്, മുല കുടിക്കുന്ന കുട്ടിയാണ്. സ്വഹീഹായ ഹദീസാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയുടെ മുന്നിലൂടെ ഒരു സ്ത്രീ നടന്നു പോവുകയാണ്. ആ സ്ത്രീ എന്താണ്? അവരൊരു അടിമയാണ്. അതേപോലെ തന്നെ അവർക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. വ്യഭിചാരാരോപണം അടക്കമുള്ള, മോഷണമടക്കമുള്ള ആരോപണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പെണ്ണിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ സ്ത്രീന്റെ മുന്നിൽ കൂടെ, ഈ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മയുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുക. അപ്പൊ അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽ ഇബ്നി മിത്ല ഹാദിഹി, ഇവളെപ്പോലെ പടച്ചോനെ എൻ്റെ കുട്ടിനെ നീ ആക്കരുതേ. കാരണം എന്താ? ആളുകളൊക്കെ അവരെ തെറി വിളിക്കുന്നു, അവരെ പരിഹസിക്കുന്നു, അവർ കുറെ ചീത്ത സ്വഭാവം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മാന്റെ പ്രാർത്ഥന അവരെ പോലെ തന്നെ എൻ്റെ കുട്ടിനെ ആക്കരുതെന്നാ. അപ്പൊ ആ കുട്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽനി മിത്ലഹാ, അല്ലാഹുവേ അവരെ പോലെ എന്നെ നീ ആക്കണേ എന്ന് ആ കുട്ടി പ്രാർത്ഥിച്ചു എന്നാ. മനസ്സിലായോ? ആ സ്ത്രീക്കെതിരെ ആളുകൾ ഉന്നയിച്ചത് ആരോപണമായിരുന്നു. അതിൻ്റെ നിജസ്ഥിതി പുറത്തു വന്നു. ആ കുട്ടിയുടെ സംസാരത്തിലൂടെ അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരികയും അങ്ങനെ ആ കുട്ടി കാരണം ആ സ്ത്രീ ആദരിക്കപ്പെടുന്നവളായി മാറുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഈ ചരിത്രം പറഞ്ഞ എന്തിനാ? നോക്കൂ നിങ്ങൾ, ആ പെണ്ണിനെ
അവൾ നല്ല സ്ത്രീയായിരുന്നു. അവളെ ആളുകളൊക്കെ പരിഹസിച്ചപ്പോഴും അവളെ ആളുകളൊക്കെ ഇല്ലാതെയാക്കിയപ്പോഴും അവരെന്ത് ചെയ്തു? അവർ ക്ഷമിച്ചു, അവരല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്കൊരു തുറവി കൊടുക്കുകയാണ്. അള്ളാഹു അവർക്ക് ആ പ്രയാസത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ്, രക്ഷപ്പെടുത്തുകയാണ്. ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ട വിശ്വാസം. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണെങ്കിൽ, നമ്മൾ തവക്കുൽ ബോധമുള്ള ആളുകളാണ് എങ്കിൽ, നമ്മൾ അള്ളാഹു മതിയായവനാണ് എന്ന വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാകും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സൗർ ഗുഹയിൽ അഭയം തേടിയ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തൊട്ടുമുകളിലാണ് ശത്രുക്കൾ. നബി, അവർ നമ്മളെ കാണൂലേ? അവർ നമ്മളെ കാണൂലേ? ഒന്ന് താഴേക്ക് നോക്കിയാൽ മതി, അവർ നമ്മളെ കാണൂലേ? എന്താ നബി? ലാ തഹ്സൻ, അബൂബക്കർ വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടാനില്ല. നമ്മൾ രണ്ടാൾ മാത്രമല്ല ഇവിടെ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. നോക്കൂ നിങ്ങൾ ആ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം ഉണ്ടോ? നമുക്ക് വിശ്വാസമുണ്ടോ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം നമുക്കുണ്ട്. ഏത് പ്രതിസന്ധിയിലും പടച്ചോണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം സമാധാനമുള്ളതാകും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വമൻ സദഖ തവക്കുലുഹു അലല്ലാഹി ഫീ ഹുസൂലി ഷൈഇൻ നാലഹു എന്നാണ്. എന്തെങ്കിലും കാര്യം ലഭിക്കാൻ അള്ളാഹുവിലുള്ള തവക്കുലിനെ ആരെങ്കിലും സത്യസന്ധത കാണിച്ചാൽ അവനത് ലഭിക്കുന്ന. അള്ളാഹുവിൽ സത്യസന്ധമായി തവക്കുൽ ചെയ്താൽ എന്നെ റബ്ബ് രക്ഷപ്പെടുത്തും, റബ്ബതിന് കഴിവുള്ളവനാണ്, റബ്ബതിന് മതിയായവനാണ് എന്ന അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. രോഗം വന്നു മനുഷ്യനാണ്, രോഗം വരാം അല്ലെ? രോഗം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രോഗം വന്നാൽ ചികിത്സിക്കണം. എന്നാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കണം, രോഗം മാറ്റുന്ന ഷാഫിയാണ് ആര്? അള്ളാഹു മതി എൻ്റെ രോഗം ഷിഫയാക്കാൻ, അവന് കഴിയും. അതിനർത്ഥം മരുന്ന് കഴിക്കണ്ടെന്നല്ല. മരുന്ന് കഴിക്കുക, രോഗം മാറാനുള്ള സബബായി റബ്ബ് നിശ്ചയിച്ചതാ മരുന്ന് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനത് പറയുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ഒരു വാതിലും തുറക്കില്ല, ഒരു വാതിലും തുറക്കണില്ല. നമ്മളൊരു കെടുതിയിലാണ്, ഒരു പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിൽ നിന്ന് ഒരു വാതിലും തുറക്കണില്ലെങ്കിൽ നിരാശരാവല്ല വേണ്ടത്. ഒരു വാതിൽ പടച്ചോൻ തുറക്കും. നമുക്ക് ഒരു വാതിൽ അല്ലാഹു തുറന്ന് ആ പ്രതീക്ഷയോടുകൂടെ റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. പക്ഷെ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില ആൾക്കാരെ കണ്ടു. ലഖിയ നാസം മിൻ അഹ്ലിൽ യമൻ, യമനിലുള്ള ചില ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പം അദ്ദേഹം ചോദിച്ചു, മൻ അൻതും, നിങ്ങൾ ആരാ? അപ്പം അവർ പറഞ്ഞു, നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ആൾക്കാരാ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവരിങ്ങനെ പണിക്കൊന്നും പോകാതെ ഒക്കെ പടച്ചോൻ തരും, അള്ളാഹു തരും എന്ന് പറഞ്ഞ് കുത്തിരിക്കുന്ന ആൾക്കാരാ. നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ആൾക്കാരാന്നാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഭരമേൽപ്പിക്കുന്ന ആൾക്കാരല്ല. യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. ഇന്നൽ മുതവക്കിലുല്ലദീ യുൽഖാ ഹബ്ബഹു ഫിൽ അർള്, ആരെ ഭരമേൽപ്പിക്കുന്ന ആള്? അവനെ എന്ത് ചെയ്യും? കൃഷി ഇറക്കും, വിത്തുകളവൻ പാടത്ത് വിതറും. അവന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. എന്നിട്ട് അവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും. എന്നിട്ട് അവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നതാണ്. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു വക്കീലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യമൊക്കെ പടച്ചോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കിയിരിക്കല്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ചെയ്യണം. നല്ല ആലിമാകണം എന്നൊരാൾക്കൊരു ആഗ്രഹം, നല്ല ആലിമാകണം. അതിനെന്താ വേണ്ടത്? ആലിമാകണം എന്ന് വിചാരിച്ച് വീട്ടിൽ കുത്രം നടക്കും? ഇല്ല. കിതാബ് എടുക്കണം, വായിക്കണം, പഠിക്കണം, യാത്ര ചെയ്യേണ്ടി വരും, ഉസ്താദുമാരടുത്ത് പോകേണ്ടി വരും, അല്ലേ? നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാകണം, ഒരു ആഗ്രഹമാണ്. ആഗ്രഹിച്ചൊരു കാര്യമുണ്ടോ? അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തണം, അതിനുവേണ്ടി അധ്വാനിക്കണം. നമ്മൾ ചെയ്യാനുള്ള എന്ത് ചെയ്യണം? അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖ്തും കമാ യർസുഖു ത്വയ്റ തഊദു ഹിമാസൻ വതറൂഹു ബിതാന. മഅറൂഫായ ഹദീസ്, ഇമാം അഹ്മദ് ധരിക്കുന്ന ഹദീസ്. അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും നിങ്ങൾ ശരിക്കും തവക്കുലാക്കിയാൽ. ഏതുപോലെ രാവിലെ കൂട്ടിൽ നിന്ന് ഒട്ടിയ വയറുമായി പറന്നു പോകുന്ന പക്ഷി അത് വൈകുന്നേരം കൂട്ടിലേക്ക് വരുമ്പോൾ നിറഞ്ഞ വയറും അതിൻ്റെ കൊക്കിൽ ഭക്ഷണമായിട്ടാണ് വരുന്നത്, അതിൻ്റെ കുട്ടികളുടെ ഭക്ഷണമായിട്ട്. അതേപോലെ നിങ്ങൾ തവക്കുലാക്കണം.
പക്ഷി വീട്ടിൽ തന്നെ ഇരിക്കല്ല, കൂട്ടിൽ തന്നെ കിടക്കല്ല, രാവിലെ ഇറങ്ങി അത് പറക്കുകയാണ്, അന്നം തേടി അത് പോവുകയാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷിക്കണം. അള്ളാഹു നമുക്ക് വഴി തുറന്നു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? വഴി തുറന്നു തരും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന സ്വഹീഹുൽ ബുഖാരി നമുക്ക് കാണാൻ പറ്റും, യമനുകാരായ ചില ആളുകൾ അവർ യാത്രക്കാവശ്യമായ പാഥേയമൊരുക്കാതെ ഞങ്ങൾ തവക്കുലാക്കുകയാണ് എന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാറുണ്ട്. മനസ്സിലായോ? ഞങ്ങൾ പിന്നെ യാത്രക്കുള്ള യാത്ര പോകണ ഒരുപാട് സൗകര്യങ്ങൾ വേണം, അതൊന്നും ഒരുക്കാതെ എന്ത് ചെയ്യും? അവർ ഹജ്ജിന് പോകുകയാണ് തവക്കുലാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്ത് ചെയ്യണം? ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? യാത്രക്ക് വേണ്ടി നിങ്ങൾ പാഥേയമൊരുക്കണം, യാത്രക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, യാത്രക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പം അള്ളാഹു അവതരിപ്പിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യമുണ്ട് എങ്കിൽ ആ കാര്യം നടക്കാൻ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹുൽ തവക്കുലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത വഴികൾ എന്ത് ചെയ്യാൻ പാടില്ല? കാര്യം സ്വീകരിക്കാൻ വേണ്ടി, കാര്യം നേടാൻ വേണ്ടി സ്വീകരിക്കരുത്. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റബ്ബ് ചില കാര്യങ്ങൾ ഇത് ശരിക്കും പഠിക്കണം കേട്ടോ. അള്ളാഹു പിന്നെ വക്കീലാണെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു മേഖലയാണിത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, റബ്ബ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിശ്ചയിച്ച ചില വഴികളുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാം. റബ്ബ് നിശ്ചയിക്കാത്ത വഴികളിലൂടെ നമ്മൾ ചലിക്കാൻ പാടില്ല. എൻ്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞുണ്ട്. ഉദാഹരണം, രോഗം. ഞാൻ പറഞ്ഞ രോഗം മാറാൻ എന്താ ചെയ്യേണ്ടത്? രോഗം മാറാൻ ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം, അല്ലേ? മനുഷ്യരുടെ അന്വേഷണത്തിലൂടെയും പഠനത്തിലൂടെയും ധാരാളം മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ധാരാളം മരുന്നുകൾ. ആ മരുന്നുകൾ വിദഗ്ധരായ ഡോക്ടർമാരുടെ അടുക്കൽ പോയി എന്താണ് നമ്മുടെ രോഗമെന്ന് മനസ്സിലാക്കി അവർ തരുന്ന മരുന്ന് നമുക്ക് കഴിക്കാം. അതെന്താണ്? അനുവദനീയമായ മേഖലയാണ്, അല്ലേ? അനുവദനീയമായ മേഖലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാ. എന്താ നബി പറഞ്ഞു? ഔഷധമില്ലാതെ ഒരു രോഗവും അല്ലാഹു സൃഷ്ടിച്ചു. എന്ത് രോഗം ഉണ്ടെങ്കിലും മരുന്നുണ്ട്, എന്ത് രോഗം ഉണ്ടെങ്കിലും മരുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞ? എന്ത് രോഗം ഉണ്ടെങ്കിൽ അതിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ചില രോഗങ്ങൾക്കൊന്നും മരുന്നില്ലല്ലോ. മരുന്നില്ല എന്നല്ല, മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാ. മരുന്ന് അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പം നോക്കൂ നിങ്ങൾ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ക്യാൻസറിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എന്തായിരുന്നു? ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത എന്തായിരുന്നു? ക്യാൻസർ വന്ന അവരങ്ങനെ ഒരു ദയനീയമായിട്ട് നമ്മളൊക്കെ നോക്കുക, അല്ലേ? ദയനീയമായി നോക്കും. ഇന്ന് ക്യാൻസർ വന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലുള്ള ആളുകളും നമ്മൾ പറയുന്ന വാചകം എന്താ? കാലം മാറി, ടെക്നോളജി മാറി. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേജിലാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സംവിധാനങ്ങൾ, മരുന്നുകൾ ഇന്നുണ്ട്. അതല്ലേ നമ്മൾ പറയാറുള്ളത്. നോക്കൂ നിങ്ങൾ, 15-20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാത്ത മേഖലകളിലേക്ക് ഇന്ന് വൈദ്യശാസ്ത്രം കടന്നു വന്നു, അല്ലേ? ഇന്ന് ക്യാൻസറിന് ഏറ്റവും നല്ല സർജറികൾ ലഭ്യമാണ്. അതേപോലെ തന്നെ സർജറി ചെയ്തിട്ടും ആ ക്യാൻസറിൻ്റെ ഭാഗങ്ങൾ ശരീരത്തിലുണ്ട് എങ്കിൽ അതിനെ കരിച്ചു കളയാൻ കീമോ തെറാപ്പി ഉണ്ട്, അതേപോലെ റേഡിയേഷൻ ഉണ്ട്, റേഡിയോ അയഡിൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള വിവിധ ട്രീറ്റ്മെൻറ്റുകളുണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട്, ഇല്ലേ? അപ്പം ഇതൊക്കെ അനുവദനീയമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മാ അൻസലല്ലാഹു അസ്സ വജല്ല ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു എന്നാണ്. എന്താ നബി പറയുന്നത്? അല്ലാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിനുള്ള ഒരു മരുന്നും ഇറക്കിയിട്ടല്ലാതെ. അത് അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ എന്ത് ചെയ്തു? അറിയാതെ പോയവൻ അത് അറിയാതെ പോയി. അപ്പം അത് മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. എന്ന് ഞാൻ ഇതെന്തിനാ പറഞ്ഞറിയോ? നോക്കൂ നിങ്ങൾ, രോഗമുണ്ടായാൽ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ച വഴി. അതാണ് വക്കീലായ റബ്ബിൻ്റെ മാർഗം. അള്ളാഹു മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം രോഗം ഉണ്ടായാൽ. എന്നാൽ ചില ആളുകളോ, അവർ രോഗം ഉണ്ടായാൽ കയ്യമ്മ ഉറുക്ക് കിട്ടും, നൂല് കിട്ടും, പനി മാറാൻ, അല്ലേ? അതേപോലെ തന്നെ വേദന മാറാൻ, അസുഖം മാറാൻ കയ്യിൽ നൂല് കെട്ടുന്ന ആൾക്കാരുണ്ട്. നബി പറഞ്ഞെന്താ? മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക.
ഏലസ് ബന്ധിച്ചാൽ, വല്ലവനും ഏലസ് ബന്ധിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അല്ലേ. നബി പറഞ്ഞു ഇന്ന റുഖ വത്തമാഇമ വത്തൗലത ശിർക്കുൻ. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? നബി പറയാണ്, നിശ്ചയമായും അനിസ്ലാമികമായ മന്ത്രവും കണ്ണേറിനായി രക്ഷകെട്ടുന്ന ഏലസും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കുന്ന കവചവും ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് കെട്ടി നമ്മൾ തവക്കുലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? ഏലസ് കെട്ടിയ ആൾക്കാരുണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം, അത് ഷിർക്കാണ്. മനസ്സിലായില്ലേ? അത് പാടില്ലാത്ത കാര്യം. അങ്ങനത്തെ ഒരു വഴി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പൊ ചെറിയ കുട്ടികളുടെയൊക്കെ പിന്നെ കഴുത്തിലും അരയിലൊക്കെ എന്ത് ചെയ്യും? കറുത്ത ചരട്. എന്തിനാ ഈ കറുത്ത ചരട്? കണ്ണീറിട്ടാതിരിക്കാനെന്ന് പറയാം അല്ലെ. മുഖത്താണ് അങ്ങനെ, മുഖത്തൊരു കറുത്ത കുത്തൊക്കെ ഇടും ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ. ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയാം. ബ്യൂട്ടി സ്പോട്ടൊന്നല്ല, ഈ വരുന്ന ആൾക്കാരെ കണ്ണീറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനങ്ങനെ ഒരു സംവിധാനം നബി പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതി എന്ത് ചെയ്യുക? നമുക്ക് സ്വീകരിക്കാം. നബി ഒരിക്കൽ മനുഷ്യനെ കണ്ടു. നബിയോട് അദ്ദേഹം പറഞ്ഞു മിനൽ വഹിന. നബി പറഞ്ഞു എന്താ നബി പറയുന്നത്? ഒരു മനുഷ്യന്റെ പിന്നെ തോളിൽ എന്ത് ചെയ്യാണ്? കയ്യിലൊരു ചെമ്പ് കൊണ്ടുള്ളൊരു വളയം നബി കണ്ടു. ഒരു ചെമ്പ് കൊണ്ടുള്ള വളയം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. അപ്പൊ നബി ചോദിച്ചു ഇതെന്താ? അപ്പൊ അയാൾ പറഞ്ഞു വാതരോഗത്തിന് ശമനമായി കൊണ്ട് ഞാൻ കെട്ടിയതാണ്. അപ്പൊ നബി അയാളോട് പറഞ്ഞു അത് ഒഴിവാക്ക്. അത് വാതരോഗം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക, അല്ലാതെ ശമനമല്ല. ഈ മന്ത്രിച്ച് കെട്ടിയത് മന്ത്ര ഇസ്ലാമിലുണ്ട്. ഇസ്ലാമില് കുതന്ത്രല്ല നമ്മൾ പറയാം. ഇസ്ലാം അനുവദിച്ച മന്ത്രമുണ്ട്. ആ മന്ത്രക്ക് ഏതാ? ഫാത്തിഹ മന്ത്രമാണ്, ആയത്തുൽ കുർസി മന്ത്രമാണ്, അതേപോലെ തന്നെ ഇഖ്ലാസും ഫലക്കും നാസും ഒക്കെ മന്ത്രമാണ്. ഇതൊക്കെ കയ്യിൽ ഊതിയിട്ട് എന്ത് ചെയ്യുക? ശരീരത്തിൽ തടവ, വേദനയുള്ള ഭാഗത്ത് തടവ, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഏലസ് കെട്ടുന്ന, ഉറുക്ക് കെട്ടുന്ന അവർ അള്ളാഹുവിൽ ബരമേൽപ്പിക്കാത്ത ആൾക്കാരാ. അവരുടെ ബരമേൽപ്പിക്കൽ എവിടെയെന്നറിയോ? അവരാ ഏലസിലും ഉറുക്കിലുമാണ് ബരമേൽപ്പിക്കുന്നത്. അവർക്ക് അള്ളാഹു വക്കീലല്ല. അതുകൊണ്ട് അള്ളാഹു വക്കീലാകണം. അള്ളാഹു മതിയായവനായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. മനസ്സിലായോ? എന്നാൽ റബ്ബ് നിശ്ചയിച്ച വഴികൾ, മരുന്ന് കഴിക്കുന്ന റബ്ബ് നിശ്ചയിച്ച സംസം കുടിക്കുക. സംസം എന്താണ്? സംസം കുടിച്ചാൽ അതിന് ഷിഫയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സംസം കുടിക്കുക. എന്തിനാണോ നിങ്ങൾ സംസം കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്ലാസ് എടുക്കാം സംസവുമായി ബന്ധപ്പെട്ട്. സംസത്തിന്റെ മഹത്വം, സംസം കുടിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയൊരു മേഖലയാണത്. അത് റബ്ബ് നിശ്ചയിച്ച വഴിയാണ്. അതേപോലെ തന്നെ കരിഞ്ജീരകം കഴിക്കാൻ പറഞ്ഞു. കരിഞ്ജീരകം അതെല്ലാത്തിനുള്ള മരുന്നാണ്. മരണമൊഴിക ബാക്കി എല്ലാത്തിനുള്ള മരുന്നാണ് കരിഞ്ജീരകം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ തേൻ കുടിക്കാൻ പറഞ്ഞു. അത് റബ്ബ് വെച്ച സബബാണ്. മനുഷ്യരുടെ രോഗം ഷിഫയാകാൻ അവർക്ക് ഷിഫയുണ്ട് എന്ന് പഠിപ്പിച്ച വഴികളാണ്. ആ വഴികൾ സ്വീകരിക്കുക, എന്നിട്ട് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുക. അല്ലാതെ റബ്ബ് നിശ്ചയിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, എന്നിട്ട് ബരമേൽപ്പിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. അത് നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, തവക്കുലാക്കിയാൽ ആ ആളുകൾ അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തവക്കുലാക്കുന്നവരെ പടച്ചവന് ഇഷ്ടമാണെന്നാ. അതുകൊണ്ട് റബ്ബ് വക്കീല എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, പൈസ അല്ലേ പടച്ചവനോട് പറഞ്ഞോളി, വീടില്ലേ അള്ളാഹുവിനോട് പറഞ്ഞോളൂ, രോഗമുണ്ടോ അള്ളാഹുവിനോട് പറഞ്ഞോളൂ, വിവാഹം ശരിയായിട്ടില്ലേ റബ്ബിനോട് പറഞ്ഞോളൂ, മക്കളില്ലേ അള്ളാഹുവിനോട് പറഞ്ഞോളൂ. അള്ളാഹ് വഴി കാണിച്ചു തരും. അതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായില്ലേ? ലോകത്ത് റബ്ബിനോട് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമില്ല. ചരിത്രം പരിശോധിച്ചോളൂ. ഈമാനുള്ള ആളുകളാണ് എങ്കിൽ, വിശ്വാസമുള്ളവരാണ് എങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ആ വിശ്വാസം ഉണ്ടാകണം നമുക്ക്. നമ്മൾ വിചാരിക്കാത്ത വഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരാൻ കഴിയുന്നവനാണ് അല്ലാഹു. അതിനാ ഞാൻ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞത്, നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞത്, അതേപോലെ തന്നെ മുഹമ്മദ് നബി ചരിത്രം പറഞ്ഞത്. ഹാജറ ബീബിയുടെ ചരിത്രം നമുക്കറിയാം. ആ മണൽക്കാട്ടിൽ ഇബ്രാഹിം നബി അവിടെ കൊണ്ടുപോയാക്കി അവർ തിരിച്ചു പോന്നില്ലേ? എന്തേ നാടിന് സംഭവിച്ചത്? ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലുള്ള ആഗ്രഹം എന്താ? ഒന്ന് മക്കയിൽ പോകാൻ തൗഫീക്ക് നൽകണേ എന്ന്. മക്ക എന്തായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, പടച്ചോനെ ഈ നാട്ടിലേക്ക് നീ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ എന്ന്.
മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? പരിഹരിച്ചു തരും. അതുകൊണ്ട് തവക്കുലാക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷ ലഭിക്കും തവക്കുലാക്കുന്ന ആൾക്കാർക്ക്. മനസ്സിലായോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. നല്ല റിസ്ക് ലഭിക്കും, നല്ല ഹലാലായ റിസ്ക് ലഭിക്കും. ആർക്ക്? അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആൾക്കാർ. എന്തിനാ മോഷ്ടിക്കണം? എന്തിനാ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കാൻ പോകണം? എന്തിനാ അവിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുന്ന? എന്തിനാ? റിസ്ക്കിനല്ലേ. ആ റിസ്ക്കിൽ എന്ത് ബർക്കത്തുള്ളത്? ആ റിസ്ക്കിൽ എന്ത് ബർക്കത്തുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് ഹലാലാകണം. അതിനെന്ത് വേണം? റബ്ബിൽ ബലമേൽപ്പിക്കുക. പടച്ചോൻ തരുന്ന സ്വീകരിച്ചാൽ മതി. എന്താണ് നമുക്ക് കിട്ടുക അത് സ്വീകരിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു നൽകുന്നത് ആത്മാർത്ഥം, അതിൽ തൃപ്തിപ്പെടുക. ചില ആൾക്കാർക്ക് കുറെ കൊടുക്കും, ചില ആൾക്കാർക്ക് കുറച്ചായിരിക്കും. ആ കുറച്ച് ലഭിക്കുന്നതിൽ ബർക്കത്തുണ്ടായാൽ മതി. അതിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പം ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കണം. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വക്കീൽ, അതേപോലെ തന്നെ അൽ കാഫി എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താ? അള്ളാഹു മതിയായവനാണ് അല്ലേ? ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യങ്ങളിൽപ്പെട്ട നന്മകൾ കിട്ടാനും തിന്മകൾ തടുക്കാനും സത്യസന്ധമായി അള്ളാഹുവിനെ ആശ്രയിക്കുക. അതാണ് അള്ളാഹു വക്കീല എന്ന് പറഞ്ഞാൽ. അള്ളാഹുവാണ് കാഫി എന്ന് പറഞ്ഞാൽ. മറ്റാരെയും അവലംബിക്കാത്ത വിധം അള്ളാഹുവിനെ കൊണ്ട് മാത്രമുള്ള ഹൃദയദാർഢ്യമാകുന്നു തവക്കുൽ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, റബ്ബിൽ ബലമേൽപ്പിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.